ഇന്നലത്തെ മൂന്നാമത്തെ T20 ഇന്ത്യ കളി ജയിച്ചിട്ടുണ്ടായിരുന്നു. 23 റൺസിനാണ് ഇന്ത്യ കളി ജയിച്ചത്. സഞ്ജുവിനെ അവസാനമാണ് ഇറങ്ങാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. വെറും 12 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. സഞ്ജു നോട്ട് ഔട്ട് ആയിരുന്നു. ഇപ്പോഴിതാ സഞ്ജുവിന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. സഞ്ജു ഇനി സിംബാബ്വെ സീരീസിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും. ഇന്നലത്തെ മൂന്നാമത്തെ T20 സഞ്ജു ആയിരുന്നു ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ് BCCI. സഞ്ജുവിന് ബാറ്റിങ്ങിന് അവസരം കിട്ടിയില്ലെങ്കിലും സഞ്ജു ആയിരുന്നു ഇന്ന് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ. ടീമിന്റെ പ്ലേയിങ്ങിൽ വന്നപ്പോൾ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് സഞ്ജുവിന് പേരായിരുന്നു. സഞ്ജുവിന് പുതിയ റോൾ കൊടുത്തിരിക്കുകയാണ് BCCI. ഈ സീരീസിൽ ഗില്ലിന് പരിക്ക് പറ്റിയാൽ സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് സഞ്ജു പ്ലേയിങ് 11-ൽ നിന്ന് പുറത്താകില്ല. എല്ലാ മാച്ചിലും സഞ്ജുവിന് കളിക്കാം. ഇനി 2 T20 ബാക്കിയുണ്ട്. ഗംഭീർ കോച്ചായിട്ട് വന്നപ്പോൾ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സഞ്ജുവിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഗംഭീറിന്റെ പദ്ധതി. ഗംഭീർ പറഞ്ഞതനുസരിച്ചാണ് സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയതെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗില്ല് സെൽഫിഷ് കളിയാണ് കാഴ്ചവെച്ചത്. 49 ബോളിൽ നിന്ന് 66 റൺസ് എടുത്തു. ബാക്കി ആർക്കും തന്നെ ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അഭിഷേക് ശർമ്മയെ ഓപ്പണിംഗിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഗില്ലിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. സഞ്ജുവിന് പോലും ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.